അസ്സലാമു അലൈക്കും. ഞാനിന്ന് മീൻ കറി ഉണ്ടാക്കാൻ പോണു. ഇതാണ് മീൻ, കുടുത. ഞങ്ങളിവിടെ കുടുത എന്നാണ് പറയുക കേട്ടോ. ഈ മീനാണ് കറി വെക്കാൻ പോണേ. മീൻ കറി വെക്കാൻ വേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, വേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്, കൊടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇത് നമുക്കൊന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം. ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, വേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടി ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇത്തിരി ഉലുവ ഇട്ട് കൊടുക്കാം. ഇത്ര ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടിയിട്ട് നമുക്ക് ചതച്ച് വെച്ചതൊക്കെ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടിയിട്ടുണ്ട്, നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇങ്ങനെ നന്നായിട്ട് വാടട്ടെ. ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ട് നന്നായിട്ട് വാടട്ടെ കേട്ടോ. നന്നായി വാടിയാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും. ആവി അടിക്കുന്നുണ്ട്. പിന്നെന്താ എൻ്റെ കൂട്ടുകാരുടെ എല്ലാവരുടെയും വിശേഷം? സുഖമല്ലേ? ഇതൊക്കെ ഇവിടെ വാടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മുഴുവനും വാടിയിട്ടില്ല, കുറച്ചും കൂടി വാടാനുണ്ട്. അടിച്ചിരിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ വേറെ ഒരു ഉപ്പേരി വെക്കാൻ പോയി. അപ്പം അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് അടിയിൽ വെച്ചു. കുഴപ്പമില്ല, കരിഞ്ഞിട്ടൊന്നുമില്ല. ഉപ്പേരി വെക്കണത് ഇതാണ് കേട്ടോ. കോവക്കാണ് ഉപ്പേരി വെക്കണത്. കോവക്കയിൽ ഞാൻ ചട്ടിയുടെ പോലെ ഇങ്ങനെ കേട്ടോ. കോവക്കയിൽ ഞാൻ കോവക്ക ഇങ്ങനെ വട്ട അരിഞ്ഞിട്ട് സവാള, പച്ചമുളക്, പിന്നെ എന്നിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതൊക്കെ ഇട്ട് കടുക് പൊട്ടിച്ചിട്ട് വാട്ടണം. ഇത്രയേ ഉള്ളൂ. ഇവിടെ കിടന്നാവട്ടെ, ഇത് കിടന്നാവുന്നുണ്ട്. ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് വാടിയിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാവും. അപ്പം ഞാൻ 2 തക്കാളി എടുത്ത് വെച്ചിരുന്നല്ലോ, ആ തക്കാളി ഞാൻ മിക്സിയിലിട്ടൊന്ന് ജ്യൂസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ആ ജ്യൂസ് ഇതൊന്ന് ഈ പൊടിയൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ആ ജ്യൂസ് ഇതിലിട്ട് കൊടുക്കാം, ഒഴിച്ചു കൊടുക്കാം. തക്കാളി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവട്ടെ. അപ്പം ഇതിൻ്റെ പൊടിയൊക്കെ നല്ലോണം മൂത്ത് തക്കാളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞ് പുളിയും വെള്ളവും ഒക്കെ ഇട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞ് മീനിട്ട് കൊടുക്കാം. ഇത്ര വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പേരി ഒരുവിധമായിട്ടുണ്ട്. അപ്പം ഞാൻ മീനിട്ടിട്ടാ, ഒറ്റക്കൈ കൊണ്ട് കാരണം മീനിട്ടത് കാണിക്കാൻ പറ്റിയില്ല.
മീൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് മീൻ. ഞാൻ നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വരട്ടെ കേട്ടോ, എന്നിട്ട് കാണിക്കാം. ഈ മീൻ കറി നാളെ എടുക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇങ്ങനെ വറ്റിച്ച് വെച്ചിട്ട് തലേ ദിവസം വറ്റിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കറി വെച്ച് കൊടുക്കണം. അവരൊറ്റ നേരം കൊണ്ട് തീർക്കും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അത്ര ഇഷ്ടമാണ് പാപ്പയും മക്കളും. നമ്മുടെ മീൻകറി കുറച്ചൊക്കെ വറ്റിയിട്ടുണ്ട്, ഒരുപാട് വറ്റിയിട്ടില്ല കേട്ടോ, ഇനിയും വറ്റാനുണ്ട്. കുറച്ച് നേരം കൂടി അടുപ്പത്ത് കിടക്കട്ടെ. മീനുമ്മൽ പുളിയും എരിവൊക്കെ ഒന്ന് പിടിക്കട്ടെ. കഷ്ണം മീനായാലിനെ എരിവും പുളിയും പിടിക്കാൻ ഇച്ചിരി പണിയാണ്. അപ്പം നന്നായിട്ടാവട്ടെ കേട്ടോ. അപ്പം നമ്മുടെ കറി ഇവിടെ വറ്റിയിട്ടുണ്ട് കേട്ടോ, നന്നായി വറ്റിയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. നെയ്യൊക്കെ തിരിഞ്ഞ് അപ്പം നമ്മുടെ കറിയൊക്കെ വറ്റിയിട്ടുണ്ട്, നന്നായി വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് ഓഫ് ചെയ്തിടാം. കറി ഉപ്പും പുളി എരിവൊക്കെ ഉണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട് കറി. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണേ. ഓക്കെ, ബൈ. കറി സൂപ്പറാ.